എ.കെ. ശശീന്ദ്രന്റെ രാജി സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ്. രാമചന്ദ്രൻ പിള്ള. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. സർക്കാരും ആഭ്യന്തര വകുപ്പും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും എസ്.ആർ.പി പറഞ്ഞു. സർക്കാരിന്റെ പ്രതിച്ഛായയൊന്നും ബാധിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഗവൺമെൻറ്റിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അതിവേഗത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഊഹാപോഹങ്ങളാണ്. ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പം അത് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. എ.കെ. ശശീന്ദ്രനെതിരായ ആരോപണത്തിൽ പാർട്ടിക്ക് അകത്തുനിന്ന് ഗൂഢാലോചന നടന്നതായി കരുതുന്നില്ലെന്ന് എൻ.സി.പി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ. എന്നാൽ ഗൂഢാലോചന ഉറപ്പാണ്. ആരാണ് അതിന് പിന്നിലെന്ന് കണ്ടെത്തണമെന്നും ഉഴവൂർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും യാതൊരുവിധ ഗൂഢാലോചനയും നടന്നതായി തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ, ആര് മുഖാന്തരം, അതിന് വേറെ ഒത്തിരി ഒരു മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമെല്ലാം നടക്കാതിരുന്നാൽ ചിലപ്പം ഒരു വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ ഇതിന് തെളിവ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആക്ഷേപമായിട്ടൊന്നും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും കയ്യേറ്റക്കാർക്കെതിരെ നിർദാക്ഷിണ്യം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മൂന്നാറിലെ ഭൂപ്രകൃതി കണക്കാക്കിയും ആവശ്യകത അനുസരിച്ചുമായിരിക്കും റിസോർട്ട് നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുകയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച പരാതികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഇടുക്കിയിലെ എംഎൽഎമാരും ദേവികുളം സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ കയ്യേറ്റ വിഷയത്തിൽ ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കയ്യേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാർക്ക് നേരെ നിർദാക്ഷിണ്യം നടപടിയെടുക്കും. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം കർഷകരുടെ താൽപര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കർഷകർക്ക് അവർ നട്ടുവളർത്തിയ മുറിച്ചെടുക്കാവുന്ന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സം നിൽക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടയ പ്രശ്നങ്ങൾക്കും കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും പരിശോധന നടത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരം വികേന്ദ്രീകരിച്ച് നൽകുന്ന കാര്യം റവന്യൂ വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ റിസോർട്ടുകളുടെ കാര്യത്തിലെ സർക്കാർ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിസോർട്ടുകൾ ആവശ്യത്തിനല്ലേ വേണ്ടു. ആവശ്യത്തിലധികം റിസോർട്ടുകൾ വരണ്ടാലും. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി, അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഭൂപ്രകൃതി കണക്കാക്കിയായിരിക്കണം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയും വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് തന്നെ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കെ. രാജേന്ദ്രൻ എം.എൽ.എ. വീട് വെച്ചിരിക്കുന്നത് പട്ടയഭൂമിയിലാണ്. ദേവികുളം സബ് കളക്ടറെ മാറ്റുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി.എസ്. അച്യുതാനന്ദൻ. ദേവികുളം സബ് കളക്ടറെ മാറ്റേണ്ടതില്ലെന്നും വി.എസ്. തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. യാതൊരു വാസ്തവുമില്ലാത്ത അപഹാസ്യമായ സ്റ്റേറ്റ്മെന്റാണ്. കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാണ് അഭിപ്രായം. അതിന് സംശയമല്ലോ. മൂന്നാറിൽ സ്ഥിതി ഗുരുതരമെന്ന് രമേശ് ചെന്നിത്തല. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നും ചെന്നിത്തല. മൂന്നാർ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ മൂന്നാറിൽ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മൂന്നാർ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുകയാണ്. കയ്യേറ്റങ്ങൾ വ്യാപകമായി നടക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പുതിയ മാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും
നിയന്ത്രണങ്ങൾ പോലും പാലിക്കാതെ മൂന്നാറിന്റെ ജൈവ വൈവിധ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ സന്ദർശിക്കാനായി തീരുമാനിച്ചത്. അല്ല, VS അച്യുതാനന്ദന്റെ ഒഴിപ്പിക്കൽ നടപടി ഒരു വലിയ പരാജയമായി പോയി. അത് വെറും ഒരു അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ തകർക്കപ്പെട്ട നിലയിലാണ് പിന്നെ കാര്യങ്ങൾ. വാർത്തകളിലേക്ക്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. ജാമ്യം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ജിഷ്ണുവിന്റെ അമ്മയുടെയും ഹർജി സുപ്രീം കോടതി തള്ളി. കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതായി തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ കൃഷ്ണദാസിനെ ജയിലിൽ പോകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആധാർ ആവശ്യപ്പെടാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മുഴുവൻ പദ്ധതികൾക്കും ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പാചകവാതക സബ്സിഡിക്കടക്കം സർക്കാരിന്റെ 36 സേവനങ്ങൾക്കാണ് ഇപ്പോൾ ആധാർ നിർബന്ധമായുള്ളത്. എന്നാൽ ജനക്ഷേമ പദ്ധതികൾക്കായി ആധാർ നിർബന്ധമാക്കാൻ കഴിയില്ലെന്നാണ് ആധാർ നിർബന്ധമാക്കിയതിനെതിരെയുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതേസമയം പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയ്ക്ക് ആധാർ നിർബന്ധമാക്കിയ നടപടിയുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാം. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് പോലുള്ള കാര്യങ്ങൾക്കും സ്കോളർഷിപ്പുകൾക്കും ആധാർ തുടരാം. സർക്കാരിൽ നിന്നും ആനുകൂല്യം കിട്ടാത്ത ആദായ നികുതി പോലുള്ള മേഖലകളിലേക്ക് ആധാർ നിർബന്ധമാക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. കേസ് വേഗം തീർക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. ആധാർ സംബന്ധിച്ച കേസുകൾ ഉടൻ തീർപ്പാക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി കേസ് 7 അംഗ വിപുല ബെഞ്ചിലേക്ക് മാറ്റുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻമന്ത്രി KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഏതു സാഹചര്യത്തിലാണെന്ന് കോടതി. ആദ്യ അന്വേഷണത്തിൽ ലഭിക്കാതെ പോയതും രണ്ടാമത്തെ അന്വേഷണത്തിൽ ലഭിച്ചതുമായ തെളിവുകൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് വിചാരണ കോടതിയിൽ ഹാജരാക്കാനാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഒരേ കേസിൽ വിജിലൻസ് 2 സത്യവാങ്മൂലങ്ങൾ നൽകിയ സംഭവത്തിലാണ് സർക്കാർ വിശദീകരണം. ഹൈക്കോടതിക്ക് ചില നടപടിക്രമങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്ന് കോടതി പറഞ്ഞു. വാർത്തകളിലേക്ക്. തൃശൂർ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. സുരേഷ്, ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാലി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി കടങ്ങാട് സ്വദേശി കൂട്ടിപ്പറമ്പിൽ സുരേഷ് കുമാറും കുടുംബവുമാണ് മരിച്ചത്. രാവിലെ വീടിന് സമീപത്ത് കൂടി പോയ നാട്ടുകാരാണ് ഗൃഹനാഥൻ സുരേഷ് കുമാറിനെ മുറ്റത്തെ മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ കുട്ടിയായ വൈഷ്ണവിയുടെ കരച്ചിൽ കേട്ടതോടെ അയൽവാസികൾ കിണറ്റിൽ തിരച്ചിൽ നടത്തി. സുരേഷിന്റെ ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാലി, വൈഷ്ണവി എന്നിവർ കിണറ്റിൽ മുങ്ങിയ നിലയിലായിരുന്നു. പുറത്തെത്തിക്കുമ്പോൾ വൈഷ്ണവി ഒഴികെയുള്ളവർക്ക് ജീവൻ നഷ്ടമായിരുന്നു. വീടിന് സമീപത്ത് നിന്ന് ഉറക്ക ഗുളികകളും കണ്ടെത്തി. സുരേഷ് കുമാറിന് ബാധ്യതകൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ വ്യക്തമാക്കി. പണത്തിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ പുറമെ പറയണേക്കെ ഓരോരുത്തർക്ക് 1.5 ലക്ഷം 2 ലക്ഷം കൊടുക്കാണ്ട് ഇങ്ങോട്ടും കിട്ടാണ്ട്. അത് ഇങ്ങോട്ട് കിട്ടാനുള്ളത് ആരും കൊടുക്കില്ല. അപ്പം അങ്ങോട്ട് കൊടുക്കാനുള്ളവർ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ 3 പെൺകുട്ടികളല്ലേ. മുമ്പ് ടൈൽസ് പണികൾ കോൺട്രാക്ട് എടുത്ത് ചെയ്തിരുന്ന സുരേഷ് കുമാർ അടുത്തിടെ ലോട്ടറി വിൽപ്പനയിലേക്ക് തിരിഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യതകൾ മൂലം കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിന്റെ ഉള്ളിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടും വരൾച്ചയിൽ വയനാട്ടിലെ നെൽകൃഷി തകരുമ്പോൾ ഒരു വിഭാഗം കർഷകർ പരമ്പരാഗത ഗോത്രവർഗ നെൽവിത്തുകളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. പരമ്പരാഗത നെൽവിത്തുകൾക്ക് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുണ്ടെന്ന് കാർഷിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു. അത്യുഷ്ണത്തിൽ വയനാടൻ മലനിരകൾ ചുട്ടുപൊള്ളുകയാണ്. കർഷകരാരും ഇപ്പോൾ പുഞ്ചകൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്ന കൃഷിയാകട്ടെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. വയനാട്ടിൽ 39,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെറും 9,000 ഹെക്ടറായി ചുരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം നെൽപ്പാടങ്ങളെ വരണ്ടുണങ്ങിയ ഭൂമിയാക്കി മാറ്റിയപ്പോൾ ഊരുകളിലെ ആദിവാസികളിൽ പലരും തൊഴിലില്ലാതെ രോഗങ്ങളുടെ പിടിയിലമർന്ന് വേനൽമഴയ്ക്കായി കാത്തിരിക്കുകയാണ്. വൻ ഉൽപാദനം ലക്ഷ്യമിട്ട് ആധുനിക വിത്തിനങ്ങളെ മാത്രം ആശ്രയിച്ചവരെല്ലാം ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത നെൽവിത്തുകളെ തേടിയെത്തുകയാണ്.
മുള്ളൻകൈമയും പൊന്മണിയും മരത്തുണ്ടിയും വെളിയനും വയനാടൻ തുണ്ടിയുമെല്ലാം പരീക്ഷിച്ച് പലരും അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുന്നു. ഈ കഴിഞ്ഞിടെ മഴയില്ലാഞ്ഞിട്ടും കതിര് വരുമ്പോൾ ഒരുവിധം മണി നിറഞ്ഞ് വിളഞ്ഞിരിക്കുന്നത് പാരമ്പര്യ വിത്തുകൾ മാത്രമാണ്. ഈൽഡ് വെറൈറ്റികളൊക്കെ മണികൾ ഈ കന്നി തുലാവർഷം ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഗോത്രവർഗ്ഗക്കാരും കർഷകരും മാത്രമല്ല കാർഷിക ശാസ്ത്രജ്ഞരും വയനാടൻ നെൽവിത്തിനങ്ങളുടെ സാധ്യതകൾ ആരായുന്നു. നമ്മുടെ നാട്ടില് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നെല്ലിന്റെ ഒരുപാട് തരങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ കർഷകർ അതാത് കാലാവസ്ഥകൾക്കും അതാത് പ്രദേശത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പുവട്ടൻ എന്ന് പറയുന്ന ഒരു നാടൻ വിത്ത്, അത് ഭയങ്കരമായിട്ട് അതിനെ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിത്താണ്. വരൾച്ചയിൽ വരണ്ടുടങ്ങിയ ഈ നെൽപ്പാടങ്ങൾ പഴയ പച്ചപ്പിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ആദിവാസി ഊരുകളിലെ ജീവിത പ്രയാസങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ബത്തേരിയിൽ നിന്ന് കെ രാജേന്ദ്രൻ.